Dear friends, to a new lecture of KTUMX. ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് MET 304 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി മൊഡ്യൂൾ 5-ലെ സ്പ്രിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഒരു ഡെറിവേഷൻ ഒരു പ്രോബ്ലമാറ്റിക് ഏരിയ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേഷൻ ചെയ്തിരുന്നു. ദെൻ അതിലെ പ്രോബ്ലം എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. നമ്മളെ വീഡിയോ ലെക്ചേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, കമൻറ്റ് ചെയ്യാം, ദെൻ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രോബ്ലത്തിൽ പറയുന്നത് സ്പ്രിങ്ങിൻ്റെ ഡിസൈൻ പ്രോബ്ലമാണ്. മൈ നെയിം ഈസ് മുഹമ്മദ് റിനീസ് KT, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. 6th സെമസ്റ്റർ BTech ഡിഗ്രി സപ്ലിമെൻ്ററി എക്സാമിനേഷൻ മെയ് 2023 2019 സ്കീമിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 20A ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഡിസൈൻ എ ക്ലോസ്ഡ് കോയിൽ ഹെലിക്കൽ സ്പ്രിങ് കംപ്രഷൻ സ്പ്രിങ്, അതിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് ലോഡിൻ്റെ 2000 to 2500 ന്യൂട്ടൺ. ദെൻ ആക്സിയൽ ഡിഫ്ലക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് 6 mm ആണ് ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ളത്. സ്പ്രിങ് ഇൻഡെക്സ് C എന്ന് പറഞ്ഞ വാല്യൂ D/D, ക്യാപിറ്റൽ ലെറ്റർ D by സ്മോൾ ലെറ്റർ D 6 ആണ്. പെർമിസിബിൾ ഷിയർ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട് 420 MPa. മോഡുലസ് ഓഫ് റിജിഡിറ്റി G വാല്യൂ തന്നിട്ടുണ്ട് 84 GPa. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? ലോഡ്, മിനിമം ലോഡ് തന്നിട്ടുണ്ട് W1 2000 ന്യൂട്ടൺ എന്നിട്ടുണ്ട്. ദെൻ W2 മാക്സിമം ലോഡ് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 2500 ന്യൂട്ടൺ. നെക്സ്റ്റ് വൺ തന്നിട്ടുള്ള ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട് ഡെൽറ്റ ഈക്വൽ ടു 6 mm ആണ് ഡിഫ്ലക്ഷൻ തന്നിട്ടുള്ളത്. ദെൻ സ്പ്രിങ് ഇൻഡെക്സ് C ഈക്വൽ ടു D/D, ക്യാപിറ്റൽ ലെറ്റർ D by സ്മോൾ ലെറ്റർ D ഈക്വൽ ടു 6 ആണ്. ദാറ്റ് മീൻസ് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ D ഈക്വൽ ടു 6 ഇൻറ്റു സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതാം. ദെൻ G ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ജീൻ്റെ വാല്യൂ എത്രയായിരുന്നു? 84 GPa ആണ്. 84 GPa. ദാറ്റ്സ് ഈക്വൽ ടു 84 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ millimeter square. നെക്സ്റ്റ് വൺ നമുക്ക് ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, ടോ തന്നിട്ടുണ്ട്. ടോ എത്രയായിരുന്നു? 420 ആണ്. 420 യൂണിറ്റ് MPa ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 420 ന്യൂട്ടൺ പെർ millimeter². ഇതാണ് നമുക്ക് ഗിവൺ ഡാറ്റ ഉള്ളത്. ഇത് വെച്ചിട്ട് 1 by 1 ഓരോന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറൗണ്ട് ഒരു 4 പാരാമീറ്റേഴ്സ് എത്ര ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് വൺ നമുക്ക് മീൻ ഡയമീറ്റർ ഓഫ് ദ സ്പ്രിംഗ് കോയിലിൻ്റെ മീൻ ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ മീൻ ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയുള്ള മാക്സിമം ലോഡ് എത്രയാണെന്ന് നോക്കാം. മാക്സിമം ലോഡ് എത്രയായിരുന്നു? W2 ഈക്വൽ ടു 2500 ന്യൂട്ടൺ. ഇതാണ് മാക്സിമം ലോഡ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് എത്രയാണ്? T ഈക്വൽ ടു ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കഴിഞ്ഞ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞു W2 ഇൻറ്റു D/2. ഇതാണ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. ദാറ്റ്സ് ഈക്വൽ ടു W2 എത്രയാണ്? 2500 ഇൻറ്റു D/2. D/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൻ്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു, അതായിരുന്നു D6D ആണ്, സ്മോൾ ലെറ്റർ D. അപ്പോൾ 6 സ്മോൾ ലെറ്റർ D ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എത്ര കിട്ടുന്നുണ്ട്? അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 7500 D എന്ന് പറഞ്ഞൊരു ഇക്വേഷനായിട്ട് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഇടാം, കാരണം സ്മോൾ ലെറ്റർ D നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടോർക്ക് അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻറ്റ് കിട്ടി. ഈ നെക്സ്റ്റ് വൺ ടേണിംഗ് മൊമെൻറ്റ് ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. വി നോ ദാറ്റ് T ഈക്വൽ ടു π/16 ടോ D³ എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയാം. ഓക്കെ, ആ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 7500 D ഈക്വൽ ടു
3.14 that means pi by 16 into ടോ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. എത്രയായിരുന്നു? 420 ഇൻറ്റു ഡി ക്യൂബ്. ഇവിടെ ഡി ക്യൂബും ഡിയും, അപ്പോൾ ഒരു ഡി ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. ഒരു ഡി ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡി സ്ക്വയർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതിൽ നിന്ന് ഡി ഈക്വൽ ടു നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 9.53 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതുകൊണ്ട് ഫസ്റ്റ് പാരാമീറ്റർ കിട്ടി. അപ്പോൾ 9.53 എന്നുള്ളത് നമ്മളൊരു ടേബിൾ ചെക്ക് ചെയ്യാം. നമ്മുടെ ഷാഫ്റ്റ് സ്പ്രിങ്ങിൻ്റെ ടേബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയറിൻ്റെ ഡയമീറ്റർ 9.53 എന്ന് പറഞ്ഞ പാരാമീറ്റർ ഒരു വാല്യൂ ഇല്ല. 9.5ൻ്റെ എബോവ് വരികയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? ഡി വാല്യൂ ദാറ്റ്സ് ഈക്വൽ ടു 10.160 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വാല്യൂ എത്ര എടുക്കണം? ഡാറ്റ ബുക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 10.160 എന്ന് പറഞ്ഞ വാല്യൂ, മില്ലിമീറ്ററിലുള്ള വാല്യൂ സെലക്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്മോൾ ലെറ്റർ ഡി നമുക്ക് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഡി എന്താണ് വാല്യൂ വരുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ഡി ഈക്വൽ ടു 6 ഇൻറ്റു സ്മോൾ ലെറ്റർ ഡി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 6 ഇൻറ്റു സ്മോൾ ലെറ്റർ ഡി എന്തായിരുന്നു? എത്ര നമുക്ക് കിട്ടി? 10.16. ദാറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 60.96 മില്ലിമീറ്റർ വാല്യൂ കിട്ടും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ നമുക്ക് ഔട്ട്സൈഡ് ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡി ഔട്ട്സൈഡ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഡി പ്ലസ് ഔട്ട്സൈഡ് ആകുമ്പോൾ സ്മോൾ ലെറ്റർ ഡി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വാല്യൂ കിട്ടും? രണ്ട് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60.96 പ്ലസ് 10.16 ഈക്വൽ ടു 71.12 മില്ലിമീറ്റർ വാല്യൂ കിട്ടും. നെക്സ്റ്റ് വൺ ഡി ഇന്നർ സൈഡ്, ക്യാപിറ്റൽ ലെറ്റർ ഡി മൈനസ് സ്മോൾ ലെറ്റർ ഡി, ദാറ്റ് ഈസ് 60.96 പ്ലസ് 10.16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യൂ കിട്ടും? 50.8 മില്ലിമീറ്റർ. അപ്പോൾ ഡയമീറ്റർ ഔട്ട്സൈഡും ഡയമീറ്റർ ഇൻസൈഡും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് ടേൺസ്. എന്താണ് നമ്പർ ഓഫ് ടേൺസ്? സ്മോൾ ലെറ്റർ എൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്പർ ഓഫ് ടേൺസ് മീൻസ് സ്മോൾ ലെറ്റർ എൻ. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമുക്ക് ഇക്വേഷൻ അറിയാം, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തു 8W സി ക്യൂബ് എൻ ഡിവൈഡ് ബൈ ജി ഇൻറ്റു ഡി. സി എന്ന് പറഞ്ഞാൽ എന്താ? സി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഡി ബൈ സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 ആണ്. ദെൻ 8 ഇൻറ്റു W എന്ന് പറഞ്ഞാൽ മാക്സിമം. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W2 മൈനസ് W1 ഏത് കാരണം ഡിഫ്ലക്ഷൻ വരും? മാക്സിമം മൈനസ് മിനിമം. ദാറ്റ് മീൻസ് 500 വരും വാല്യൂ. 2500 മൈനസ് 2000. ദെൻ സി വാല്യൂ 6 ആണ്. ദാറ്റ് മീൻസ് 6 ക്യൂബ് ഇൻറ്റു എൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിവൈഡ് ബൈ ജി വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 84 ഇൻറ്റു 10⁻³ ദെൻ സ്മോൾ ലെറ്റർ ഡി എത്രയായിരുന്നു? 10.16. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ എൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5.92. ദാറ്റ്സ് അറൗണ്ട് 6 ടേൺസ് കിട്ടും. 6 ടേൺസ് ആണ്. ഇനി നമ്മുടെ കറക്റ്റ് ടോട്ടൽ ടേൺസ് എത്ര വരും? ടോട്ടൽ ടേൺസ് എൻ ഡാഷ് ആണ് ടോട്ടൽ ടേൺസ്. ഇപ്പോൾ മുകളിലും താഴെ ഓരോ ടേൺസ് വരും. ദാറ്റ് മീൻസ് ഈ 6 + 2 ഇതാണ് ടോട്ടൽ ടേൺസ്. ടോട്ടൽ ടേൺസ് എത്ര വരും? 8 വരും. അതാണ് എൻ ഡാഷ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാരാമീറ്റർ കഴിഞ്ഞു. ഇനി 2 പാരാമീറ്റർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അതിലടുത്ത് വരുന്നത് ഫ്രീ ലെങ്ത്ത്. എന്താണ് ഫ്രീ ലെങ്ത്ത് എന്നുള്ളത്? എന്തായിരുന്നു ഫ്രീ ലെങ്ത്ത്? ഫ്രീ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിന് ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫ്ലക്ഷൻ ഫോം ചെയ്യുന്നത് 6 മില്ലിമീറ്ററിന് കറസ്പോണ്ടിങ് 6 മില്ലിമീറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഫോം ചെയ്യുന്നത് 500 ന്യൂട്ടണ് കറസ്പോണ്ടിങ് 6 മില്ലിമീറ്റർ ഡിഫ്ലക്ഷൻ വരുന്നത്. ഇനി ഡെൽറ്റ മാക്സിമം വരുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ മാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാ? മാക്സിമം ലോഡ് കാരണം 2500 ന്യൂട്ടൺ. ഓക്കെ,
ഇനി ഈ ഇക്വേഷന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 2 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദിസ് 1 ദിസ് 2. ഇക്വേഷൻ 2നെ എന്ത് ചെയ്യണം? 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സിഗ്മ മാക്സ് ഡിവൈഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു 2500 ഡിവൈഡ് ബൈ 500 ദാറ്റ് ഈസ് ഡെൽറ്റ മാക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ മാക്സ് ഈക്വൽ ടു 6 ഇൻറ്റു 2500 ഡിവൈഡ് ബൈ 500. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് 30 വാല്യൂ കിട്ടും. 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിൽ ഡെൽറ്റ മാക്സിമം ഡിഫ്ലക്ഷനാണ് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഫ്രീ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഫ്രീ ലെങ്ത് എന്താണ് ഇക്വേഷൻ? ഫ്രീ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് LF ഈക്വൽ ടു N ഡാഷ് ഇൻറ്റു D. ഡാറ്റാ ബുക്കിലൊക്കെ ഇക്വേഷൻ അവൈലബിൾ ആണ്. അതിൽ കാണാൻ പഠിക്കുക. സിമ്പിൾ ഇക്വേഷൻ ആണ്. കാരണം ടോട്ടൽ എത്ര ടേൺസ് ഉണ്ട് അതാണ് N ഡാഷ് ഇൻറ്റു ഡയമീറ്റർ പ്ലസ് മാക്സിമം ഡിഫ്ലക്ഷൻ പ്ലസ് പോയിൻ്റ് അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പാണ് 0.15 ഇൻറ്റു മാക്സിമം ഡിഫ്ലക്ഷൻ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N ഡാഷ് എന്തായിരുന്നു? 8 ഇൻറ്റു ഡി വാല്യൂ എന്തായിരുന്നു? 10.16 പ്ലസ് ഡെൽറ്റ മാക്സ് എത്രയായിരുന്നു? 30 പ്ലസ് 0.15 ഇൻറ്റു 30. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് 115.78 കിട്ടും. ദാറ്റ് ഈസ് അറൗണ്ട് എത്ര വാല്യൂ വരും? 116 മില്ലിമീറ്റർ. ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ. 116 മില്ലിമീറ്റർ ആണ് ടോട്ടൽ ഫ്രീ ലെങ്ത്. ഫ്രീ ലെങ്ത് മീൻസ് ടോട്ടൽ സ്പ്രിങ്ങിന് വരുന്ന ലെങ്ത് ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ ലാസ്റ്റ് പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് പിച്ചാണ്. എന്താണ് പിച്ച് നോക്കാം. പിച്ച്, വാട്ട് യു മീൻ ബൈ പിച്ച്? പിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താണ് പിച്ച്? പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലെങ്ത്ത് ഡിവൈഡ് ബൈ N ഡാഷ് മൈനസ് 1. ഫ്രീ ലെങ്ത്ത് എത്രയായിരുന്നു വാല്യൂ കിട്ടിയത്? ഫ്രീ ലെങ്ത്തിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 116 ഡിവൈഡ് ബൈ N ഡാഷ് 8 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 16.5 മില്ലിമീറ്റർ. ഇതാണ് നമ്മുടെ പിച്ച് വരുന്നത്. ഇതാണ് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഡിസൈന്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. വീഡിയോ ലെക്ചേഴ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.